ഇവിടെ നമ്മളൊക്കെ ഇന്ന് ഈ ആഴ്ച നമുക്ക് വീണ്ടും കുറച്ച് പേരായിട്ടാണെങ്കിലും നമ്മുടെ പല പ്രിയപ്പെട്ടവരും ഇന്ന് നമ്മുടെ മധ്യയില്ല, ജോലിയുള്ള ബന്ധത്തിലൊക്കെ ആയിരിക്കുമെന്ന് കരുതുന്നു. എങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുവാൻ ഏബലിനെയും സ്റ്റെഫിയെയും ദൈവം സഹായിച്ചു. ഇതിലേക്ക് പങ്കെടുത്ത എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നല്ല പ്രോഗ്രാമുകൾ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. തുടർന്നുള്ള നാളുകളിലും മാസങ്ങളിലുമൊക്കെ ആത്മീക വർധന ഉണ്ടാകുന്ന രീതിയിലുള്ള നല്ല പ്രോഗ്രാമുകൾ നടക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരു വാക്യം പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് 1 മിനിറ്റിനുള്ളിൽ അവസാനിപ്പിക്കാം. സദൃശവാക്യങ്ങൾ അതിൻ്റെ 22-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: അനവധി സമ്പത്തിലും സത്കീർത്തിയും വെള്ളിയിലും പൊന്നിലും കൃപയും നല്ലത്. അവൻ പ്രൈസ് ദി ലോർഡ്. നമുക്ക് പറയുവാനായിട്ടുള്ളത് ഒരൊറ്റ കാര്യമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏത് വലിയ സൗഭാഗ്യത്തെക്കാളും വലുതാണ്. ഞാനൊരു നമ്മളെല്ലാവരും ഒരു വാചകം ഇപ്രകാരം നമ്മൾ കേട്ടിട്ടുണ്ട്: വെൻ യുവർ വെൽത്ത് ഈസ് ലോസ്റ്റ് ആൻഡ് നത്തിങ് ഈസ് ലോസ്റ്റ്. നമ്മളുള്ള ഏതെങ്കിലും ധനങ്ങൾ അല്ലെങ്കിൽ നമുക്കുള്ള വിലപിടിപ്പുള്ള എന്തെങ്കിലും വലിയ കാര്യങ്ങൾ നമുക്ക് നഷ്ടമായാൽ നമുക്കൊന്നും നഷ്ടമാകുന്നില്ല. മറ്റൊരു കാര്യം എന്നോടൊപ്പം പറയുന്നുണ്ട്: വെൻ യുവർ ഹെൽത്ത് ഈസ് ലോസ്റ്റ് സംതിങ് ഈസ് ലോസ്റ്റ്. നമ്മുടെ ആരോഗ്യം നമുക്ക് നഷ്ടമായാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെയുള്ള ചെറിയ 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 ബുദ്ധിമുട്ടുകൾ നമുക്ക് ഫീൽ ചെയ്യും. ചെറുതായിട്ടല്ല, ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് വലിയ രീതിയിൽ നമുക്കത് അഫക്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ചിലപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എന്നാൽ അടുത്തൊരു വാക്യം എന്നോട് ഒരു കാര്യം കൂടി എൻ്റെ കൂടെ പറയുന്നതാണ്: വെൻ യുവർ ക്യാരക്ടർ ഈസ് ലോസ്റ്റ് യുവർ നെയിം ഈസ് ലോസ്റ്റ്. നിങ്ങളുടെ സ്വഭാവം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് തന്നെ ഇല്ലാതാകും. നമ്മൾ എന്ന് പറഞ്ഞ വ്യക്തി തന്നെ ഇല്ലാതാകും. ഇവിടെ ഞാൻ ഇതിനോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും ദൈവത്താൽ വിളിക്കപ്പെട്ട, കർത്താവിനാൽ വിളിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളോടായിട്ട് ഞാൻ പറയുകയാണ്, നമ്മളെല്ലാം ദൈവം കർത്താവിൻ്റെ വിലയേറിയ രക്തം കൊടുത്ത് നമ്മളെല്ലാം എന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങി. ദൈവത്തിൻ്റെ മക്കളെന്ന ഒരു വലിയ സൗഭാഗ്യമാണ് എന്ത് ചെയ്തത്? നമുക്ക് ദൈവം തന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് നൽകിയ ഒരു കാര്യം കൂടി ഇതാണ്. എന്താണ്? ദൈവത്തിൻ്റെ കൃപയിൽ നമ്മൾ എന്ത് ചെയ്തു? നിറച്ചു. ഓരോ ദിവസവും ആ കൃപയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അവൻ പ്രൈസ്. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ വാക്യം ഇതാണ്: അവൻ അനവധി സമ്പത്തിലും സത്കീർത്തിയിലും വെള്ളിയിലും പൊന്നിലും എല്ലാത്തേക്കാളും. നമ്മുടെ ജീവിതത്തിൽ എന്തില്ലെങ്കിൽ ഇതെന്തെങ്കിലും പ്രയോജനമുള്ളതാണോ? അല്ല, ദൈവത്തിൻ്റെ കൃപ. നമ്മൾ 2 കൊരിന്ത്യർ 19-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നൊരു വാക്യമുണ്ട്. എന്താണ്? നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്: എൻ്റെ കൃപ നിനക്ക് മതി. വളരെ ക്ഷീണിത അവസ്ഥയിലായിരിക്കുന്ന പൗലോസിനോട്, അല്ലെങ്കിൽ വളരെ ദുഃഖത്തിലായിരിക്കുന്ന, അല്ലെങ്കിൽ വളരെ ബലഹീനനായിരിക്കുന്ന ഒരവസ്ഥയിലും കർത്താവ് പറയുകയാണ്: നിന്റെ ബലഹീനത തികഞ്ഞു വരുന്ന എന്താണ്? ഒരു ശക്തി. അതെൻ്റെ കൃപയാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോടും പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ മറ്റെന്തെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ ഈ കൃപയില്ലെങ്കിൽ നമ്മളൊന്നുമില്ല. നമ്മൾ കേട്ടതുപോലെ നമ്മുടെ ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യം പോലെ നമുക്ക് ആ കൃപയിലായിരിക്കാൻ ദൈവം നമ്മളെല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. നമ്മുടെ സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു. 6:15 ഇപ്പം തന്നെ ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ നടത്തിയ പ്രോഗ്രാമൊക്കെ നമ്മുടെ ആത്മീക വർധനവിന് കാരണമായി തീരട്ടെ. നമുക്ക് വളരെ രസകരമായ രീതിയിൽ നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്, ആ പ്രോഗ്രാമിൻ്റെ ഒരു രീതിയിൽ തന്നെ നമ്മളെല്ലാ കാര്യങ്ങളെയും നമ്മൾ കാണുക. തുടർന്നും നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഒരുമിച്ച് ദൈവസ്നേഹത്തിൽ, കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മളെല്ലാം ഒരുമിച്ച് കൂടി വരുവാനും, നമുക്ക് നമ്മുടെ സഭയായി ഒരുമിച്ച് ഇപ്രകാരമുള്ള പ്രോഗ്രാമുകൾ ചെയ്യുവാനും, അതുപോലെ തന്നെ നല്ല കുഞ്ഞുങ്ങൾക്കൊക്കെ വളരുവാനുള്ള ഒരവസരം നമുക്ക് ഇന്ന് തന്നെ, നമ്മൾ ഒരിക്കലും വിചാരിച്ചല്ല, കുഞ്ഞുങ്ങൾ വളരെ മനോഹരമായി അവർ ആ പാട്ട് പാടി. നല്ല രീതിയിൽ ജോണി നല്ലൊരു വചനം ഇവിടെ പറയുകയുണ്ടായി. എത്ര പേര് ശ്രദ്ധിച്ചുവെന്ന് എനിക്കറിയില്ല. അതുപോലെ എല്ലാ പ്രോഗ്രാംസും ഇതിനെല്ലാം അതിൻ്റെതായ എഫേർട്ടുണ്ട്. നമ്മളതെല്ലാം ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാം വില നൽകുന്നത് കർത്താവാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.